മകനെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെത്തിയ മാതാവിനോട് കൈക്കൂലി ആവശ്യപ്പെട്ടതായി ആരോപണം. തിരുവനന്തപുരം കാട്ടാക്കട പോലീസിനെതിരെയാണ് ആരോപണവുമായി മാതാവ് ലത രംഗത്തെത്തിയത്. കാട്ടാക്കട അഞ്ചുതെങ്ങിൻമൂട്ടിൽ ഉത്സവ പരിപാടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥന് മൂക്കിൽ ഏറുകിട്ടിയ സംഭവത്തോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കാട്ടാക്കട ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്കിടെ യുവാക്കൾ സ്റ്റേജിന് സമീപം നൃത്തം ചെയ്തിരുന്നു. സംഘാടകരും പോലീസും ആവശ്യപ്പെട്ടിട്ടും നൃത്തം തുടർന്നത് സംഘർഷങ്ങൾക്ക് ഇടയാക്കി. ഇതിനിടെയാണ് ആര്യനാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ രാജേന്ദ്രന്റെ നേരെ കല്ലെറിഞ്ഞത്. കല്ലേറിൽ രാജേന്ദ്രന്റെ മൂക്ക് തകർന്നു. ഇതോടെ പോലീസ് അക്രമാസക്തരാവുകയും കല്ലെറിഞ്ഞയാളെ പിടികൂടുന്നതിന് പകരം കാണികളായ യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഇക്കൂട്ടത്തിൽ ലതയുടെ മകൻ പ്രണവും ഉണ്ടായിരുന്നു. യഥാർത്ഥ പ്രതികൾക്ക് പകരമായാണ് തന്റെ മകനെ അറസ്റ്റ് ചെയ്തതെന്നും ലത ആരോപിക്കുന്നു. മകനെ വിട്ടുകിട്ടാൻ സ്റ്റേഷനിലെത്തിയ ലതയോട് 1.5 ലക്ഷം കൈക്കൂലി ആവശ്യപ്പെടുകയും ഇല്ലെങ്കിൽ യഥാർത്ഥ പ്രതിയെ പിടിച്ചുകൊടുക്കണമെന്ന വിചിത്ര ആവശ്യവുമാണ് ജനമൈത്രി പോലീസ് മുന്നോട്ട് വെച്ചത്. കാട്ടാക്കട വീരണക്കാവ് സ്വദേശിയായ ലത മനുഷ്യാവകാശ കമ്മീഷനും SC/ST കമ്മീഷനും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും പരാതി നൽകി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.